പകരുമുയരും പകരും മൊഴികൾ മോദാൽ. മതി. വിത്ത് വിതയ്ക്കാൻ, വിത്ത് വിതയ്ക്കാൻ. പെട്ടെന്ന് പാടാൻ പറ്റില്ല ഞങ്ങൾക്ക്. പാടിയേ, നിങ്ങൾ പാടിയേ. ആ വ്യാഖ്യാന ഗീതത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ പറഞ്ഞതില്ലേ, വിത്ത് വിതയ്ക്കുന്ന തിരുവചനത്തിൻ വിത്തു വിതയ്ക്കാൻ വന്നു വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. മതി മതി. കാര്യം മനസ്സിലായല്ലോ. എന്തിനാണ് ഈ സുവിശേഷം വായിക്കുന്നതിന് മുൻപ് ഇത്രയും പാട്ടുകളൊക്കെ പാടി ഒരുക്കുന്നത്? അമ്പരമനവരതു കണ്ടോ, എനിക്ക് നിർത്താൻ പറ്റണില്ല എന്നുണ്ടോ? വീണ്ടും അതല്ലേ പറയുന്നത്, അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ. മതി 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 മതി. എന്താ അതിൻ്റെ അർത്ഥം? തൻ കര വിരുതല്ലോ വാനവിധാനങ്ങൾ. അവ ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നു. എന്തിനാണ് അവ വാഴ്ത്തിപ്പാടുന്നത്? തൻ കര വിരുതല്ലോ. അതായത് ഈ വാനവിധാനങ്ങളും ഈ ആകാശവും ഈ തെങ്ങും കവുങ്ങും ഇതെല്ലാം ദൈവത്തിൻ്റെ കരവേലയാണ്. അപ്പം ഇത് ഈ വചനം വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ വചനമാണ് ഈ വാനവിധാനങ്ങളെല്ലാം സൃഷ്ടിച്ചത്. ഈ വാനവിധാനങ്ങളെല്ലാം സൃഷ്ടിച്ചത് ഈ വായിക്കാൻ പോകുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാനവിധാനങ്ങൾ ദൈവത്തിൻ്റെ കരവേലയെ വാഴ്ത്തിപ്പാടുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഇതാ സങ്കീർത്തനമാണ്. 19-ാം സങ്കീർത്തനത്തിൻ്റെ വലിയ ആശയമാണ്. അതിനകത്തേക്ക് മുഴുവനും ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക, ഈ വാനവിധാനങ്ങളെല്ലാം ഈ സൃഷ്ടാവായ ദൈവം തൻ്റെ വചനത്തിലൂടെ അവയെ സൃഷ്ടിച്ച കാര്യങ്ങൾ വിളംബരം ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ആത്മാവും വചനവും. ക്രിസ്തീയ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിന് വചനത്തിലൂടെയാണ് ആത്മാവ് നയിക്കുന്ന മറ്റൊരു വശം, വചനത്തിലൂടെ. അപ്പോൾ ഈശോയുടെ തന്നെ ജീവിതം നോക്കുക. ഈശോയുടെ ജീവിതം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു, വചനം മാംസമായി. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചപ്പോൾ യേശു മിശിഹ ജനിച്ചു. എങ്ങനെ ജനിച്ചു? വചനം മാംസമായി. അപ്പൊ ഈ വചനം, ദൈവവചനത്തിന് അത്രയ്ക്ക് വലിയ പ്രവർത്തനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനം വായിച്ചാൽ മാത്രം പോരാ, ദൈവവചനത്തിൻ്റെ ആന്തരികമായ അർത്ഥം പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓ, അത് വലിയൊരു സബ്ജക്റ്റാണല്ലോ. എത്ര സമയമുണ്ട് ഇപ്പം? നമുക്ക് കഴിഞ്ഞോ? ഷോ, എൻ്റെ അമ്മേ, മണി 1 വിശക്കുണ്ടാവൂലേ? വിശത്തോട്ടെ. ഇന്ന് ഉപവാസം, വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ച. അപ്പം അത്രയും സമയം കൂടി ഞാൻ എടുത്തോട്ടെ. കുറച്ച് സമയം കൂടി എടുത്തോട്ടെ അച്ചോ. 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ്. ഓക്കെ. എന്നെ ആരും ഇതേമാതിരി 2 മണിക്കൂറിനൊന്നും വിളിക്കാറില്ല. ഇതിപ്പോൾ പറ്റിയ കാരണം എൻ്റെ അടുത്ത് മൈക്ക് തന്നാൽ മടക്കി കിട്ടില്ലെന്നാണ് എല്ലാവരും പറയാറ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ നിന്ന നിലയിൽ സുവിശേഷം പ്രഘോഷിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ പ്രവർത്തിക്കണേ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഒരു സുഖം അതാണ്. ഓക്കെ, ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അതിങ്ങനെ വ്യാഖ്യാനിച്ചത് കൊണ്ട് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ല വചനം. അതായിരുന്നു പഴയ നിയമത്തിലെ ഒരു ബുദ്ധിമുട്ട്. ഈശോ നിക്കോദേമോസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിക്കോദേമോസ് ഈശോൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു,
നിക്കോദേമോസേ, ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിച്ചാൽ മാത്രമേ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. നിക്കോദേമോസ് ഒരു പണ്ഡിതനാണെങ്കിലും നിക്കോദേമോസിനൊന്നും മനസ്സിലായില്ല. അതെങ്ങനെയാ ഈ പ്രായമായ ആള് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കണമോ? ഇത് അയാളെ കുറ്റം പറയല്ല, ഇത് ആ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എന്നാണ് ഇത് വെളിപ്പെടുത്തിയത്? പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ. അതായത് യേശു ഉയർത്തെഴുന്നേറ്റ്, കണ്ടോ, ഉയർത്തെഴുന്നേറ്റ യേശു അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടൊപ്പം നടന്നിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല. ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് വചനം വ്യാഖ്യാനിച്ചിട്ട് പോലും അവർക്ക് മനസ്സിലായി. ഇതാരുടെയും കുറ്റമല്ല കേട്ടോ, ഇതാരുടെയും കുറ്റമല്ല. ഇത് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. സന്ധ്യ ആയപ്പോൾ അവരോട് പറഞ്ഞു, ഈ വഴിപോക്കൻ എന്നുള്ള ഭാവേന പോയിരുന്ന ആൾ ആരാന്ന് നമുക്ക് പറയാം. അന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, അതെ, ഈ സന്ധ്യ ആയല്ലോ, ഇനി എങ്ങനെയാ പോകാം, ഇന്ന് ഞങ്ങളോടൊപ്പം തങ്ങ്. എന്നാ നിങ്ങളോടൊപ്പം തങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ വായിക്കണം. അവൻ അവരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു, അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവരവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവിടെ കാണാനില്ല. അവരവനെ തിരിച്ചറിഞ്ഞു, പക്ഷെ അവനെ അവിടെ കാണാനില്ല. എന്ത് സംഭവിച്ചു? ഈ യേശു, അവരോട് സംസാരിച്ചിരുന്ന യേശു, കൂദാശയായിട്ട് കുർബാനയായിട്ട് അവരുടെ അന്തരംഗത്തിൽ കയറിയപ്പോഴാണ് അവിടെ നിന്ന് അരുളി ചെയ്ത കാര്യങ്ങൾ മനസ്സിലായത്. ഇതാണ് അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്, അവരുടെ മനസ്സുകൾ അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച ഒരു ഉദാഹരണം പറയാം. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെല്ലാം ചെറുപ്പം മുതലേ പഠിച്ചിരിക്കുന്നതും ആദവും ഹവ്വയെയും പാപം ചെയ്തതിനാൽ ശിക്ഷിച്ച് പുറത്താക്കിയെന്നല്ലേ? ആദവും ഹവ്വയെയും അവർ പാപം ചെയ്തതിനാൽ ശിക്ഷിച്ച് അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ശരിയല്ലേ? ഇങ്ങനെയാണ് ഞാനും 10-40 അല്ല 50 വയസ്സ് വരെയൊക്കെ കേട്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, നീ ഒന്നുകൂടി സൂക്ഷിച്ച് ഒന്ന് വായിച്ചേ, നീ ഒന്ന് സൂക്ഷിച്ച് വായിക്കണം, ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ, ഇവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ഒളിഞ്ഞിരിക്കുകയാണ് രഹസ്യങ്ങൾ. എല്ലാവരും ഒന്ന് കൈവീശനേ, ഇപ്പോൾ ഉറങ്ങല്ലേ. വലിയൊരു കാര്യം പറയാൻ പോവുകയാണ്, അയച്ചോളൂ. 3-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം ഇങ്ങനെയാ പറയുന്നത്, ഇനി അവർ അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ. സാവധാനം എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ശ്രദ്ധിക്കണം, നമ്മൾ ഇതിന്റെ അവസാന ഭാഗം മാത്രം പഠിക്കാൻ പോവുകയാണ് ഇപ്പോൾ. ഇനി അവൻ, ഒന്നുകൂടി എല്ലാവരും ഏറ്റു പറഞ്ഞ്, ഇനി അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യനാകാൻ ഇടയാകരുത്.
എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, ഇനി ഇത് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള കുറെ വകുപ്പായിട്ടുണ്ടല്ലേ. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ അവൻ അമർത്യനാകും. ഒന്ന് പറഞ്ഞെല്ലാവരും, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ അമർത്യനാകും. പക്ഷേ അവൻ അമർത്യനാകാൻ ഇടയാകരുത്. എന്താ അമർത്യനായാൽ എന്താ പ്രശ്നം? ശ്രദ്ധിക്കണേ, എല്ലാവരും കൈവീശി കാണിച്ചേ. ഒരു മിനിറ്റ് ഉറങ്ങാണ്ട് പിടിക്കണേ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കൊണ്ട് വലിയൊരു രഹസ്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അവന്റെ അവസ്ഥ എന്താണിപ്പോ? പാപാവസ്ഥയാണ്. പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവ് വരപ്രസാദമില്ലാതെ മരിച്ച അവസ്ഥയാണ്. ഉത്ഭവ പാപം മൂലം അവന്റെ ആത്മാവിലെ വരപ്രസാദം മാറി അവൻ മരിച്ച അവസ്ഥയാണ്. കുറച്ചുകൂടി സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കൈവീശി കാണിച്ചേ. അവൻ ഒരു പൈശാചിക അവസ്ഥയിലാണ്. കൈവീശിക്കൊണ്ടിരിക്കൂ. അവൻ ഒരു പൈശാചിക അവസ്ഥയിലാണ്. ഈ പൈശാചിക അവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു ഭക്ഷിച്ചാൽ അവൻ പൈശാചിക അവസ്ഥയിൽ അമർത്യനാകും. മനസ്സിലായോ? പൈശാചിക അവസ്ഥയിൽ അമർത്യനായാൽ പിന്നെ അവന് രക്ഷിക്കാൻ പറ്റുമോ? പിന്നെ അവന് രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഈ പറഞ്ഞ ഭാഷയുടെ കാര്യമാണ്. ഈ ഭാഷ ഞാൻ വേറൊരു ഭാഷ ഉപയോഗിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഇവിടെ നിന്നാൽ അപകടമാണ്. നിങ്ങളോട് ഒരെണ്ണം ഭക്ഷിക്കണ്ടെന്ന് പറഞ്ഞത് പറിച്ച് ഭക്ഷിച്ച് നിങ്ങൾ പാപത്തിലായി. ഇനി ഇവിടെ നിന്നാൽ ഇതുകൂടി പറിച്ച് ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ പാപത്തിലാകും. പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പോയിക്കോ. ഞാൻ ഈ ഏതേൻ തോട്ടം അടയ്ക്കാൻ പോവുകയാണ്. മാത്രമല്ല ജീവന്റെ വൃക്ഷത്തിന് കാവൽ നിർത്താൻ പോവുകയാണ്. നിങ്ങളോ നിങ്ങളുടെ മക്കളോ കുഞ്ഞുമക്കളോ അങ്ങോട്ടേക്ക് വരരുതിപ്പോ. സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളെ രക്ഷിക്കാൻ എൻ്റെ മകൻ മിശിഹ വരും. എനിക്കറിയാമായിരുന്നു. നമ്മൾ 2 ദിവസം മുമ്പ് നെറ്റിമ്മ കുരിശ് വരച്ചിട്ട് എന്താ പറഞ്ഞത്? മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരിയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിന്നെ ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു നിന്റെ ഈ ബലഹീനത. അതുകൊണ്ട് അന്നേ തന്നെ ഞാൻ നിന്നെ രക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മകൻ രക്ഷകനായിട്ട് വരും. അവൻ ആദവും ഹവ്വയും നിങ്ങൾ ചെയ്ത പാപത്തിന് അവൻ പരിഹാരം ചെയ്യുമോ? ചെയ്തു കഴിഞ്ഞുവോ? അവൻ ചെയ്യും. അതുകൊണ്ട് അന്ന് നിങ്ങളെ വീണ്ടും പരദീസായിൽ പ്രവേശിക്കും. അതുവരെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാൽ അപകടമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പ്. അതിൻ്റെ ഒരു ഉറപ്പിനായിട്ട് കുഞ്ഞാടിനെ കൊന്നുകൊണ്ട് തുകൽ വസ്ത്രമുണ്ടാക്കി. ദൈവമായ കർത്താവ് അവർക്ക് തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി കൊടുത്തു. അവരെ വെറുതെ അങ്ങ് പറഞ്ഞു വിടുകയല്ല ചെയ്തത്. അവരെ അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് വസ്ത്രം ധരിച്ച ആ വസ്ത്രം മാറ്റി തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി കൊടുത്തു. ആ തുകൽ വരാനിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ മുന്നോടിയായിരുന്നു. അതിനുശേഷം കർത്താവ് ഈശോ മിശിഹ വന്നിട്ട് കുരിശിൽ പാപം മുഴുവനും ഏറ്റെടുത്തപ്പോൾ ആദത്തിൻ്റെയും ഹവ്വയുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കി മരിച്ചു. കബറിൽ അടക്കപ്പെട്ട ഈശോ ആ കബറിടത്തിലായിരിക്കുമ്പോൾ, അതാണ് പാതാളത്തിലേക്ക് ഇറങ്ങിയ ഈശോ ആദ്യം എന്തു ചെയ്തു? പാതാളത്തിലായിരിക്കെ ആദം വരെയുള്ളവരിലേക്ക് ചെന്ന് അവരെ സ്വർഗത്തിലേക്ക് എടുത്തു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാടുന്നത്, സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി
സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. പക്ഷെ ഇതൊക്കെ നമ്മൾ പാടുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ശേഷമാണെന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊക്കെ കേട്ടോന്ന്. ഓക്കെ, നമ്മൾ എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. ദൈവവചനം പരിശുദ്ധാത്മാവിലൂടെ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ ആന്തരിക അർത്ഥം ശരിക്കും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഓ പരിശുദ്ധാത്മാവേ, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, സർവജ്ഞനായ ഭരണകർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലക, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. എന്റെ മാനുഷിക ജ്ഞാനത്തെ വിട്ട് ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നവരാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തെ മനസ്സിലാക്കി തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ആത്മാവിനാൽ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശലബല ഹലബല. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് ആരാധന എന്ന് പാടുമ്പോൾ ദൈവമേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു സ്തുതിച്ചുകൊണ്ട്, ആത്മാവിൽ നിറഞ്ഞു സ്തുതിച്ചുകൊണ്ട് പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. മൗനമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ജീവദാതാവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചാലകശക്തിയും ജ്ഞാനവും രക്ഷയും വിശുദ്ധീകരണവും പരിത്രാണവുമാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് വിശ്വസിച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. എൻ്റെ ജീവിതത്തെ ഇതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ കൺവെൻഷനിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ഈ പാറേപ്പള്ളിയിലെ അങ്കണത്തിൽ അമ്മയുടെ പ്രത്യേകമായ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും അനുഭവം ഉണ്ടായ അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ഇവർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന സ്തോത്രക്കാഴ്ച, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, മക്കൾ, ദൂരദേശത്ത് പോയിരിക്കുന്നവർ, നിങ്ങളുടെ അധ്വാന ഫലങ്ങൾ